ഹലോ, ബ്രേക്ക്ഫാസ്റ്റിന് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കിയെടുത്താലോ? അപ്പോൾ കുക്ക് ചെയ്യാം. അതിന് വേണ്ടി ഒരു ചീനച്ചട്ടി എടുക്കുക. അതിലേക്ക് 1/4 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു സവാള ഇട്ട് ഒന്ന് കണ്ണാടിപ്പരുവാകുന്നത് വരെ വരട്ടിയതിന് ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങും നമ്മുടെ ബീട്രൂട്ടും ക്യാരറ്റും എല്ലാം കൂടെ ക്യൂബായിട്ട് അരിഞ്ഞ് ഇതിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. മിക്സ് ചെയ്ത് ഒന്ന് യോജിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം വേകാനിട്ട് കൊടുക്കാം. ഇത് ഒന്ന് വെന്ത് തിളച്ച് വരുമ്പോൾ നല്ല രക്തത്തിൻ്റെ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് വെള്ളം വറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ കറി കഷ്ണങ്ങൾ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. കഷ്ണങ്ങൾ വെന്ത് കഴിയുമ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. നന്നായിട്ട് ഉടയില്ല, കുറച്ച് കഷ്ണങ്ങളൊക്കെ വേണം. ഗ്രേവിയുടെ തിക്നെസ്സിന് വേണ്ടി ഒന്ന് ഉടച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 2 സ്പൂൺ മല്ലിപ്പൊടിയും അതിലേക്ക് ഇട്ട് കൊടുക്കാമേ. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ മുളകിൻ്റെ ആദ്യത്തെ കുത്തലൊന്ന് മാറ്റിയെടുക്കുന്നത് വരെ ചട്ടിയിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങിലേക്കൊക്കെ ഈ ഒരു മസാല നന്നായിട്ട് പിടിച്ചു കൊടുക്കണം. ഇതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് 1/2 കപ്പ് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. രണ്ടാം പാൽ ചേർത്താണ് ഇതൊന്ന് തിളച്ച് വരേണ്ടത്. അപ്പോൾ രണ്ടാം പാൽ ചേർത്ത് ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് എടുക്കാം. രണ്ടാം പാൽ ചേർത്ത് ഇളക്കി കറിയൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇത് അപ്പത്തിനും ദോശയ്ക്കും ഒക്കെ പറ്റിയൊരു കറിയാണ്. നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പിന്നെ ഇതിൻ്റെ കളറാണ് നല്ല അട്രാക്ഷനായി വരുന്നത്. ലാസ്റ്റ് ഇതിന് നല്ല രക്തത്തിൻ്റെ കളറായിരിക്കും. ഇത് നന്നായിട്ട് ചട്ടിയിൽ മൊത്തവും നന്നായിട്ട് കിടന്ന് നല്ല തിളച്ച് ഏകദേശം കറി നന്നായിട്ട് വറ്റി വരുമ്പോൾ ഒരു തിക്നെസ് വരുമ്പോഴത്തേക്കും ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. ഒന്നാം പാലും കൂടെ ചേർത്ത് ഇത് നന്നായിട്ട് തിള വരുന്നത് വരെ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് എടുക്കാമേ. ഇതിനിടയിൽ ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്നൊക്കെ നോക്കി ഒന്ന് തിളച്ചതിന് ശേഷം ഇപ്പോൾ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിച്ച് കൊടുക്കാമേ. ഇപ്പം നോക്കി ഇതിൻ്റെ ഒരു കളറ്. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.